മച്ചന്മാരെ കൊച്ചത്ത് ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സായം കേസ്. മച്ചന്മാരെ ഇന്നത്തെ വീട്ടിൽ നിന്ന് നമ്മൾ മുക്കത്ത് ചൂണ്ടിടാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ മാത്രമല്ല, നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു മീനെ അടിച്ച് കയറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ മുക്കത്ത് നമ്മൾ ചൂണ്ടിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ പത്തനംതിട്ട കൈപ്പെട്ടി ചൂണ്ടക്കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ മച്ചന്മാരെ അങ്ങനെ നമ്മൾ നേരെ ചൂണ്ടക്കട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി പോകണം. അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് ചെറിയ കഴിച്ചുകൊണ്ടേക്കുള്ള സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഇതുള്ളല്ലേ ഇത് ചെറിയ സ്പൈഡർ കുക്ക്. അപ്പം നമ്മളെടുക്കുന്ന സ്പൈഡർ കുക്ക് എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്പൈഡർ കുക്ക് എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 100 രൂപയുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് വാളയ്ക്ക് പറ്റിയ സാധനം, അതായത് അടിപൊളി സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ മച്ചന്മാരെ ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ സ്പൈഡർ സ്കൂക്ക് എറിയുന്നുണ്ട്, പിന്നെ കൈച്ചൂണ്ട ഇടുന്നുണ്ട്, എറിചൂണ്ട ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും മീനെ കിട്ടും. അതിന് മുന്നേ തന്നെ നമ്മളിവിടെ 2 പേര് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊരു മീനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. പിന്നെ മറ്റേ മീനെ പിടിച്ചേ. അപ്പോൾ മച്ചവരെ വേണ്ടേ, ഈ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. കഴിച്ചുകൊണ്ടേലാണ് കിട്ടിയേക്കുന്നത്. അപ്പം 2 പേരോട് ഇടുവാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് വാഹയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർക്കുള്ള കാസ്റ്റിങ്ങിലോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാളയെ പിടിക്കാനുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഡോക്കുനെയും കട്ടളയൊക്കെ പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. വേറെ കുറേ ചേട്ടന്മാരൊക്കെ ഇവിടെ ഫിഷിങ്ങിന് വരുന്നതാണ്. അവരാരും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഒരാളോട്ട് തന്നെ നടക്കാം. അപ്പോൾ നമ്മൾ നേരെ വലിയൊരു നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എറിയുകൊണ്ടൊക്കെ ഉള്ള സെറ്റപ്പാണേ. അത് മാത്രമല്ല നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ടുണ്ട്. ഇച്ചിരി വില കൂടിയ ഒരു സ്റ്റിക്ക് കേട്ടോ. എന്തായാലും സാധനം എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇതൊന്ന് സെറ്റ് ചെയ്യാവേ. കഴിച്ചുകൊണ്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് വലിയ വിലയൊന്നുമില്ല. വരുന്നത് ഒരു 7 അടിയുടെ ചെറിയ സ്റ്റിക്ക് കേട്ടോ. ഇതിനകത്ത് ബാക്കി നൂല് കാര്യങ്ങളൊക്കെ കോർക്കാവേ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സ്പൈഡർ കുക്ക് കേട്ടോ. ഇത് നമ്മൾ നേരെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതവരെ നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇച്ചിരി വെള്ളം എടുത്തൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാരെ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം നേരിട്ട് നമ്മൾ ഒഴിക്കുന്നില്ല, നമുക്ക് കുറച്ച് പകുതി മതി കേട്ടോ. നമ്മൾ പകുതി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു തീറ്റ കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള കൂട്ടൊന്നും ഇപ്പോഴേ പറയത്തില്ല. കാരണം മീൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഒരു വെറുതെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സാധനം. പൈനാപ്പിളിൻ്റെ എസൻസ് അതിനകത്ത് ഒഴിക്കും കേട്ടോ.
പക്ഷെ അവർ ആയി തേറിക്കൊണ്ടിടുവാണേ. മച്ചാമാരെ അപ്പോൾ അതുവരെ നമ്മൾ ഫസ്റ്റിലത്തെ മണിയൊക്കെ ഇട്ടിട്ട് നേരെ രോഹു കട്ടളക്കൊക്കെ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന അടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും അടുത്ത് തന്നെ എറിയാൻ വേണ്ടി കേട്ടോ. അടുത്ത എന്താ കേസ് വീണ്ടും നമ്മൾ പുഷ്ടിയൊക്കെ വച്ചേക്കുന്ന ഈ സംഭവം തന്നെ ഇടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇനി നേരെ കഴിച്ചുകൊണ്ടിടാൻ വേണ്ടി പോട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി പോട്ടോ. നോക്കാം. അപ്പോൾ മച്ചാൻ നമ്മൾ കഴിച്ചുകൊണ്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാവേ. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ പഴയ കളത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പുതിയൊരു മീഷോ എന്നൊക്കെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് അംബ്രല്ല ട്രാപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇടാൻ വേണ്ടി പോട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് നല്ല രീതിക്ക് മീനെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇവിടെ ഇരിക്കാവേ. ഇപ്പോൾ നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട്. എന്തായി തീരുന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം. മച്ചാമാരെ ഇതാണ് നമ്മൾ മീഷോയിൽ നിന്നൊക്കെ മേടിച്ച ട്രാപ്പാട്ടോ. ഫിഷ് ട്രാപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇന്ന് ട്രൈ നോക്കാൻ വേണ്ടി പോകണേ കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും സാധനം ഇങ്ങനെ ആക്കണം കേട്ടോ. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അടിവശം ഒന്ന് കെട്ടാൻ വേണ്ടി പോകാം. സമരം നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദയൊക്കെ എടുത്താൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൊത്താനൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചമരെ നമ്മൾ നേരെ ഇഷ്ടാപ്പ് വെള്ളത്തിലോട്ട് കിട്ടാൻ കേട്ടോ. ഇവിടെ തന്നെ കിട്ടാം. അങ്ങോട്ട് മാറ്റി നീട്ടി ഒന്ന് കൂട്ടും. ആൾട്ടോ അപ്പോൾ മച്ചാമാരെ നമ്മൾ ഈ ഒരു ലൂർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇത് വെച്ച് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. അപ്പം ഇത് വെച്ച് കിട്ടും നമുക്ക് നോക്കാവേ. അപ്പം മച്ചാമാരെ നമ്മൾ നേരെ സംഭവം എടുത്തത്. അപ്പം നല്ലൊരു കിലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളും ജസ്റ്റ് നമുക്ക് നോക്കാവേ. അപ്പം നമ്മൾ നേരെ ഇനി ഇതിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. നമ്മളിത് വാഹയ്ക്ക് വേണ്ടിയാണ് നമ്മളിതിപ്പം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അല്ലേ അപ്പോൾ മച്ചാമാരെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഞങ്ങൾ പിക്ക് അറിയാൻ വേണ്ടി അങ്ങോട്ട് മാറിപ്പോട്ടെ. കാരണം നമ്മൾ വന്ന വഴിക്ക് ഒരു 4-5 വാഹയൊക്കെ നമ്മൾ കിടക്കുന്ന കണ്ടിട്ടു. അപ്പം നമ്മൾ അവന്മാരെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണേ. അപ്പം ചേട്ടന്മാരവിടെ സ്പൈഡർ കുക്ക് എറിയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവം എറിയുന്നുണ്ട്. അതായത് പേർ ചൂണ്ടയും കൈച്ചൂണ്ടയും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ മാത്രം ഒന്ന് മാറിയിരിക്കണം. നമ്മൾ വാളയെ പിടിക്കാനൊക്കെ സ്പൂൺ വരെ നമ്മൾ എറിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കിട്ടും നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി മാറി ഇന്നാലേ നമുക്കാ മീനെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവരെല്ലാം അവിടെ ഒന്ന് അപ്പുറത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാറി ഒഴിഞ്ഞ് ഒരു മുകളിലോട്ട് മാറിയിട്ട് നമ്മൾ കസിന് ചെയ്യാൻ വേണ്ടി പോകണേ. നമ്മൾ മീനെ കണ്ടേ. അപ്പം വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ കാണാൻ വാഹയൊക്കെ ഇങ്ങനെ വരുന്ന കാണാം കേട്ടോ. അപ്പോൾ നമുക്ക്
കാസ്റ്റിങ്ങിലോട്ട് തന്നെ കിടക്കാവേ. മീനെ പിടിച്ച് കയറ്റാൻ പറ്റുവാണെങ്കിൽ പിടിച്ച് കയറ്റുന്നൊരു എടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ എടുത്തുകൂടെ കാണിക്കുന്നു. എല്ലാം അങ്ങ് അറ്റത്താണ് കിടക്കുന്നത്. എന്തായാലും നമ്മളിവിടെ കാസ്റ്റിങ് തുടരാൻ വേണ്ടി പോകട്ടോ. ഇപ്പോൾ വെച്ചാൽ വരെ നമ്മൾ വേണ്ടി ഈ ഭാഗത്തൊക്കെ വാഹയൊക്കെ വന്ന് പൊങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് ഉച്ച ടൈം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നമുക്കിനി വാളയെ ഒന്ന് പിടിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വാളയ്ക്കൊന്ന് സ്പൂൺ എറിഞ്ഞ് നോക്കാവേ. അപ്പോൾ എന്തായാലും കിട്ടുവാണെങ്കിൽ നൈസായിരിക്കും. ഓക്കെ, എന്തായാലും ചൂണ്ട് ആ ഒരു ഭാഗത്തൊക്കെ 2 വാഹയൊക്കെ ഒന്ന് ചേരാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ അങ്ങ് ദൂര സൈഡിലാണ്. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് ലോങ്ങിൽ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വാളയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പയറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം ചേട്ടന്മാരൊക്കെ മേളിലാണ്ടൊക്കെ അവിടെ എല്ലാം പോയിട്ട് എറിഞ്ഞുണ്ടാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എന്തായാലും കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് അങ്ങോട്ട് പോകണം. പോയിട്ട് നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ അവർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വെച്ചവരെ ഇവരിവിടെ കഴിച്ചോട്ടൊക്കെ ഇടുകയാണ്. ഇപ്പോൾ ഇവർക്കും എല്ലാം കിട്ടിയാൽ നമുക്ക് നോക്കാം. വാഹ ഏറി അപ്പുറത്ത് വാഹയൊക്കെ ഉണ്ട് കണ്ടു. പക്ഷെ കാണാൻ പറ്റും. പക്ഷേ ഒന്നും അടിക്കുന്നില്ല. ഇങ്ങോട്ട് വരുന്നത് കാണാൻ പിന്നെ അങ്ങോട്ട് പോകാനാണ്. ഇതിനെ കിട്ടിയ സാധനം എന്തി വെള്ളത്തിനും കിട്ടിയായിരുന്നോ? കുപ്പിക്കകത്തോ? കരിമീൻ്റെ ഇത് ഇപ്പൊ എന്താ മീനുണ്ട് ഇത്? രണ്ടെണ്ണത്തിനെ കിട്ടി കേട്ടോ. വെല്ല ഭയങ്കര ചൂടുകാരാണ്. വെള്ളം ഇട്ടോണ്ടിരിക്കട്ടോ. ഇതിനകത്തൊന്നും കിട്ടിയില്ലടാ. കോഴിക്കോടല്ലേ കിട്ടോ? അയാളെ ഇട്ടേക്കത്. ഓ ചോറെ നമുക്ക് കിട്ടിയേക്കുന്ന മീൻ തണ്ടി കേട്ടോ. ഇത് മാത്രമല്ല പിന്നെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞു മീനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ബാക്കിയൊന്നും കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വലിയായിട്ടൊന്നും കിട്ടിയില്ല. ഈ 2 കൊച്ചു മീനെ മാത്രമേ നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയുള്ളൂ. ഓക്കെ, ഇതെല്ലാം അത് 2 ഇവിടെ വെച്ചിട്ടുണ്ടേ. പിന്നെ നമ്മളിവിടെ എല്ലാം എന്താണ്ട് ഏറ് ചൂണ്ടയും കൈ ചൂണ്ടയും കിട്ടുകൊണ്ടിരിക്കുക. പിന്നെ മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നുമില്ല. കാരണം ഇവിടെ വെള്ളം പൊങ്ങി കേസ്. ഇപ്പോൾ ഡാം പോലത്തെ ഉണ്ട്. അപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളം കയറിയുകൊണ്ട് മീൻ അങ്ങോട്ട് വലിയായിട്ട് കൊത്തുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മേളിൽ എറിയുകൊണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഇഷ്ടം നോക്കാൻ വേണ്ടി പോവാണേ. വേറെ ചുറ്റാണോ പോടുവോ ചവിട്ടില്ല. എൻ്റെ 400 രൂപ ബാക്കി ചില്ലറുണ്ട്. 400 രൂപ. അപ്പോൾ വെച്ചാൽ അങ്ങനെ നമ്മൾ നേരെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എറിഞ്ഞു. എറിച്ചുകൊണ്ടിട്ട് പക്ഷേ അതിനകത്തൊന്നും മീനെ കിട്ടിയില്ല. കഴിച്ചുകൊണ്ടൊക്കെ 2-3 പൊടി മീനെ കിട്ടിയുള്ളൂ. പിന്നെ നമ്മുടെ ഒരു സ്റ്റിക്ക് വെള്ളത്തിൽ ഒഴി പോയിട്ടു. മാഷണ്ണ അങ്ങനെ അത് എടുക്കാൻ വേണ്ടി അങ്ങ് അറ്റത്ത് പോയാൽ പോകണേ. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് കാസ്റ്റ് ചെയ്ത് കേസ്. ഇവിടെ നല്ല രീതിക്ക് മീനുണ്ട്. പക്ഷേ നമുക്ക് മീനൊന്നും അടിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ വന്നപ്പോൾ കുറച്ച് വെള്ളം ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല രീതിക്ക് വെള്ളം കൂടിയിട്ടുണ്ടോ. ഇവിടുത്തെ ഡാം കാര്യങ്ങളൊക്കെ തുറന്നു വിട്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് വെള്ളം കയറി. അതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. ഇപ്പോൾ വന്നത് തന്നെ വളരെ ഷോ ആയിപ്പോയി. പക്ഷേ നമുക്ക് എന്തായാലും 2 മീനെ കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരു അംബ്രല്ല ട്രാപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച് ഇട്ടാൽ കേസ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അതൊന്ന് പൊക്കി നോക്കാവേ. മച്ചമലെ ഇവിടെയാണ് നമ്മൾ അംബ്രല്ല ട്രാപ്പൊക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ നേരമായിട്ട് നമ്മൾ അതിനകത്ത് മൈദയാണ് ഇട്ടത്. അപ്പോൾ വലിയ നമ്മൾ കാര്യമായിട്ട് വലിയമായിട്ട് നോക്കിയില്ല. അപ്പം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളത് വലിച്ചെടുക്കാൻ വേണ്ടി പോട്ടോ. നമുക്ക് നോക്കാമല്ലോ ഗീസ് എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എടുക്കാവേ. എന്തരോ ഭഗവാന് എങ്കിലും കിട്ടണേ. ഓക്കെ ഗീസ് ഇതിലൂടെ പൊങ്ങിയിട്ടും മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും അത് കാണാനില്ല കേട്ടോ. എന്തായാലും നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്.
ഇതിനകത്ത് മീനൊന്നും ഇല്ല ഗീസ്, മീനൊന്നുമില്ല. അപ്പം എന്തായാലും മിഷൻ ഫ്ലൈഡ്. ഓ ഗായ്സ്, ഇതിനകത്തൊരു മീനുണ്ട് ഗീസ്. ഓക്കെ, എൻ്റെ മുന്നിൽ ഒരു കുഞ്ഞ മീനുണ്ടേ. അയ്യോ, ഇതെന്തൊരു മീനാ ഇത്? ഞാൻ ആദ്യമായിട്ടോ ഗീസ് ഇവിടെ ഒരു മീൻ കിടക്കുന്നുണ്ടോ? വെറൈറ്റി ആയിട്ടുണ്ട് കാണാനേ. ഏകദേശം എടുത്ത് കാണിക്കുക. ഇന്നത്തെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വേറെ ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു മീനുണ്ടേ. ഓ ഓ ഗൈസ്, ഇതെന്തിൻ്റെ കുഞ്ഞാണ് ഗൈസ്? അപ്പോൾ മച്ചാമനെ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു മീൻ കുഞ്ഞ് ഇതാട്ടോ പിടയ്ക്കുന്ന ഗൈസ്. ഇത് എന്തിൻ്റെ കുഞ്ഞാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും അറിയാവുന്ന ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് അക്കോറത്തിനകത്ത് ഇടാക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കുപ്പിക്കകത്തോട്ടാണ് കിട്ടാക്കാവേ. അവിടെ കിടക്കട കുഞ്ഞുണ്ടാപ്രീ. അയ്യോ ഗൈസ്, കാണാൻ ക്യൂട്ടാണ്ടേ. അയ്യോ ഗൈസ്, ഇത്രയും നാൾ കിട്ടിയില്ല മീനൊക്കെ ആറ്റിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് എടുത്തേക്കാം എന്തായാലും. ഓ ഗൈസ്, ചാടിയാണ് ഗൈസ് അവൻ ഇറങ്ങി വരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ ഇത് കണ്ടപ്പോഴേ അങ്ങ് ചാടി വരുക. അപ്പം എന്തായാലും നമുക്ക് അക്കോറത്തിലിടാൻ ഞാൻ എടുക്കാവേ. കണ്ടോ ഗീസ്, എനിക്ക് നല്ലപോലെ കാണാൻ പറ്റും തോന്നുന്നില്ല. അപ്പം എന്തായാലും ഈ ഒരു ബോൾ പോലെ ഉരുണ്ടൊക്കെ ഇരിക്കുന്നു ഗീസ്. കാണാൻ വെറൈറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് എന്തിൻ്റെ കുഞ്ഞാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിനകത്തൂടെ കാണിച്ചേ. കണ്ട മോനെ കിടക്കുന്നേ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഒറ്റ ഒരെണ്ണേ കിട്ടിയുള്ളൂ, വേറെ വല്ലതും ഉണ്ടോ നോക്കാം. തീരെ പൊടിയൊക്കെ ആയതുകൊണ്ടേ നോക്കാം ഗീസ്. അപ്പോൾ ഇതിനകത്ത് വേറെ മീനൊന്നുമില്ല, ഈ ഒറ്റ മീനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരെണ്ണത്തിൻ്റെ ജീവനോടെ കിട്ടി. എന്തായാലും നമുക്ക് അക്കോറത്തിനകത്തിട്ട് വളർത്താം. അപ്പോൾ മച്ചാൻ വരെ അങ്ങനെ നമ്മൾ ചൂണ്ടിടാൻ പോയിട്ട് നമുക്ക് ആടപ്പടെ രണ്ട് മീനെ കിട്ടുള്ളൂ ഗീസ്. വളരെയധികം ശോകമായിരുന്നു ഇന്നത്തെ ചൂണ്ടിടൽ. അപ്പോൾ എന്തായാലും ഗീസ് നമ്മൾ ഇനി അടുത്ത വട്ടം നമ്മൾ അടുത്തൊരു കളം പിടിച്ച് നമ്മൾ പുതിയ സ്പോട്ടിലായിരിക്കും ഇനി ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിട്ടാനുള്ളൊരു ഫിഷ് വീഡിയോ കാണാൻ നമുക്ക് ബൈ.